അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മൾ നീതൻ്റെ കാത് കുത്താൻ വേണ്ടിയിട്ട് പോവുകയാണ്. പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഗേറ്റ് പൂട്ടിയിട്ടാണ് ഉണ്ടായത്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഗേറ്റിൻ്റെ അവിടെയൊക്കെ വെയിറ്റ് ചെയ്തു. പിന്നെ എന്താ പറയുക, ചൊവ്വക്ക് അങ്ങോട്ടേക്ക് അത്ര വലിയ ബ്ലോക്കൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് വേഗം എത്താൻ പറ്റുമെന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അല്ലെങ്കിൽ ഈ ട്രാഫിക്കിൻ്റെ ഇടയ്ക്കൊന്നും അങ്ങനെ എത്താൻ പറ്റാറില്ല. അങ്ങനെ സെക്യൂറയിലെത്തി. പിന്നെ കാത് കുത്താൻ പോകുന്നതിൻ്റെ ചെറിയ എക്സൈറ്റ്മെൻറ്റിലൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് ചോദിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു, കാത് കുത്തുമ്പോൾ വേദന എടുക്കുമോ, അങ്ങനെ ആവുമോ ഇങ്ങനെ ആക്കുമോ. കാരണം ഞാൻ സെക്കൻഡ് സ്റ്റെഡ് കുത്തിയിട്ടുണ്ടായി. അപ്പോൾ അങ്ങനെ ഓള് എന്തൊക്കെയോ ചോദിച്ചിട്ടുണ്ടായി. പിന്നെ അങ്ങനെ നമ്മൾ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് എന്നാണ് കാത് കുത്തിയിട്ടുണ്ടായത്. അപ്പോൾ അങ്ങനെ അതിൻ്റെ കുറേ എക്സൈറ്റ്മെൻറ്റിലായിരുന്നു നിത. പിന്നെ അങ്ങനെ ഫ്രണ്ടിലെത്തി. അപ്പവും ചോദിക്കുന്നുണ്ടായിരുന്നു കാത് കുത്തുമ്പോൾ വേദന ഉണ്ടാവുമോ, അങ്ങനെ ഉണ്ടാവുമോ അങ്ങനെയൊക്കെ. അപ്പോൾ അവളിലെ ചേട്ടന്മാരൊക്കെ കാത് കുത്താൻ വേണ്ടിയിട്ട് അവളോട് ഇരിക്കാൻ പറഞ്ഞു. അങ്ങനെ ഒരുവിധമൊക്കെ അങ്ങനെ ഇരുന്ന് വന്നൊരു ഉമ്മാൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കുന്നുണ്ടാവും, വേദന എടുക്കുമോ, നല്ല വേദന ഉണ്ടാവുമോ അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറേ നേരം അത് അങ്ങനെ പോയി. പിന്നെ ഇത് കണ്ടില്ലേ, ഇത് തന്നെയാണ് ഓൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, വേദന എടുക്കുമോ വേദന എടുക്കുമോ. ലാസ്റ്റ് അവിടെയുള്ളൊരു ഏട്ടൻ ചോദിച്ചു, വീഡിയോ എടുക്കുന്നതിന് പ്രോബ്ലം ഉണ്ടോ അങ്ങനെയൊക്കെ ചോദിച്ചു. അന്നേരം ഉമ്മ പറഞ്ഞില്ല, വീഡിയോ എടുക്കുന്നതിനൊന്നും കുഴപ്പമില്ല, എടുത്തോ പറഞ്ഞു. എന്നിട്ട് അങ്ങനെ ഇരുന്നു അവൾ വീഡിയോ എടുക്കാനൊക്കെ. പിന്നെ അവിടുത്തെ ഏട്ടൻ കാത് കുത്താൻ വേണ്ടിയിട്ട് മാർക്ക് ചെയ്യുമ്പോൾ ഇവൾ പേടിച്ചു പോയി. കാരണം കാത് കുത്തുന്നതാണ് വിചാരിച്ചിട്ട്. അപ്പോൾ ഏട്ടൻ പറഞ്ഞു, പേടിക്കണ്ട, ജസ്റ്റ് മാർക്ക് ചെയ്യുന്നതാണ്, ഇപ്പോൾ കുത്തൂല അങ്ങനെയൊക്കെ പറഞ്ഞു. എന്നിട്ട് മാർക്കൊക്കെ ചെയ്തു. അങ്ങനെ കാത് കുത്താൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ കാത് കുത്തി. ഫസ്റ്റ് ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു, ആളൊന്ന് ഞെട്ടിപ്പോയി കാത് കുത്തുമ്പോൾ. എല്ലാവരും അങ്ങനെയാണല്ലോ, ഫസ്റ്റത്തെ കാത് കുത്തല്ലേ. കരഞ്ഞിട്ടില്ല കേട്ടോ, പക്ഷെ എന്നിട്ടും വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. അങ്ങനെ കാത് കുത്തി. ചിരിക്കണോ കരിയണോ വേണ്ടേന്നുള്ള അവസ്ഥയിലാണ് നമ്മൾ ഇരിക്കുന്നത് തന്നെ. പിന്നെ കുഴപ്പമില്ല, വേദന ഒന്നും ഉണ്ടാവില്ല പറഞ്ഞിട്ട് അങ്ങനെ ഒന്ന് ഇതാക്കിയിട്ട് അപ്പുറത്തെ കാതും കൂടി കുത്തി. പക്ഷെ ആളത്ര വലിയ അങ്ങനെ പേടിച്ചിട്ടോ ഇതായിട്ടോ എന്നല്ല ഉണ്ടായി. ഫസ്റ്റ് ആ കുത്തുമുണ്ടായ പേടി മാത്രമേ ഒക്കെ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ അങ്ങനെ ആ പേടിയൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ കുത്തി. എന്നിട്ട് അവിടുത്തെ ഇവരൊക്കെ ചോദിച്ചു, വേദന എടുത്തുക്കോന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഇവളില്ല പറഞ്ഞു. പിന്നെ ഫുള്ള് കാതുത്തിൻ്റെ ഇതിൽ അടിപൊളിയാന്ന് അങ്ങനെയാന്ന് ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞ് കാതിനെ കൊണ്ട് കുറേ എന്താ പറയുക, കുറേ ഷോ ഒക്കെ കാണിച്ചു അങ്ങനെ നടന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വെറുതെ ഒന്ന് മുകളിലൊക്കെ ഒന്ന് പോയി. സിനിമക്ക് കയറണമെന്നുള്ള പ്ലാനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ സിനിമക്ക് കയറാനുള്ള പ്ലാനൊക്കെ ഫ്ലോപ്പായി. എന്നിട്ട് അങ്ങനെ നമ്മൾ കുറേ നേരം അവിടെ നിന്ന് പിന്നെ ഗെയിം സെക്ഷനിലോട്ടേക്ക് പോയി. പിന്നെ റിച്ചുക്ക് ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഗെയിം സെക്ഷനിലോട്ടേക്ക് പോയി. എന്നിട്ട് അതിലൊരു ബൈക്കിലാണ് ഇവൻ കയറിയത്, വേറെ ഒന്നിലും ഇവൻ കയറിയില്ല. പിന്നെ നമ്മൾ കുറേ നേരം അവിടെ നിന്ന് ഇങ്ങനെ നടന്ന് കളിച്ചിട്ട് അങ്ങനെ കുറച്ച് നേരം അങ്ങനെ ഇതാക്കി. പിന്നെ പുതിയ റൈഡ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു സെക്യൂറയിൽ. അപ്പോൾ അങ്ങനെ അതിൻ്റെ എന്താ പറയുക, ഓരോ സാധനങ്ങൾ നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അവൻ ഇതുണ്ടാക്കുന്നുണ്ടായി. അപ്പോൾ ഈ ബൈക്കിനകത്താണ് കയറിയത്. കുറച്ച് നേരം അതിനകത്ത് ഇരുന്ന് കളിച്ചു. പിന്നെ വേഗം തന്നെ അവിടുന്ന് ഇതാക്കാനുള്ള ഇതിൽ കുറച്ച് നേരം അവിടെ കളിച്ചു. പിന്നെ നമ്മളവിടെ നിന്ന് ഇറങ്ങി. പിന്നെ കുറച്ച് നേരം അങ്ങനെ അവിടെ നിന്ന് തന്നെ നടന്ന് കളിച്ചു. അങ്ങനെ കുറേ നേരം അവിടെ നിന്ന് എന്താ പറയുക, പ്ലേ സ്റ്റേഷനിൽ തന്നെ കുറച്ച് നേരം കളിച്ചു. പിന്നെ അവിടെ നിന്ന് അങ്ങനെ ഞങ്ങൾ ട്രെൻഡ്സിലേക്ക് കയറാൻ വേണ്ടിയിട്ട്, ഡ്രസ്സ് നോക്കാൻ വേണ്ടിയിട്ട് ട്രെൻഡ്സിലേക്ക് കയറാൻ വിചാരിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ ട്രെൻഡ്സിലേക്ക് കയറി. പക്ഷേ ട്രെൻഡ്സിൽ എന്താ പറയുക, ചില ഡ്രസ്സസിനൊക്കെ നല്ല ഓഫേഴ്സൊക്കെ ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കണ്ണാടീൻ്റെ മുൻപിലുള്ള കുറച്ച് ഷോ ഉണ്ട്. അങ്ങനെ നമ്മൾ കുറച്ച് ഡ്രസ്സൊക്കെ നോക്കി. അതിൻ്റെ ഇടയ്ക്ക് അവിടെ കുറേ ഇയറിങ്സൊക്കെ ഉണ്ടായിരുന്നു. നല്ല നല്ല ഇയറിങ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല നല്ല ഇയറിങ്സ്, ബണ്ണ്, അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ അതൊന്നും എടുക്കാൻ നിന്നില്ല, ജസ്റ്റ് നോക്കി അങ്ങനെ ഇതാക്കി. പിന്നെ അങ്ങനെ കുറച്ച് സംഭവങ്ങൾ. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ അവിടെ നിന്നൊക്കെ ഇറങ്ങി. ഇതാ പിന്നെ കാത് കുത്തിയതിന് ശേഷം കുറേ ഷോ ആയിരുന്നു അതിനെ കൊണ്ടൊക്കെ. പിന്നെ ലാസ്റ്റ് നമ്മൾ നെസ്റ്റോ കയറാൻ വിചാരിച്ച് നെസ്റ്റോയിലൊക്കെ കയറി. വെറുതെ ചുമ്മാ കയറിയതാണ് നെസ്റ്റോയിലൊക്കെ. എന്താ പറയുക, അപ്പോൾ നമ്മളെപ്പോൾ സെക്യൂറിൽ പോയി കഴിഞ്ഞാൽ നെസ്റ്റോ കയറുള്ളൊരു ഇതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ നെസ്റ്റോയിലൊക്കെ കയറി. പക്ഷേ നെസ്റ്റോയിൽ നല്ല നല്ല ഓഫേഴ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ഓരോ ഐറ്റംസിനൊക്കെ നല്ല നല്ല ഓഫേഴ്സ് ഉണ്ടായിരുന്നു.
അങ്ങനെ അവിടുന്ന് കുറേ നേരം തിരിഞ്ഞ് കളിച്ച് അവിടുന്ന് കുറച്ച് ഐറ്റംസൊക്കെ എടുത്ത് പിന്നെ നമ്മൾ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ അവിടുത്തെ ഓരോ കളികളാണിത്. അങ്ങനെ അവിടെ നിന്നൊക്കെ പുറത്തേക്ക് ഇറങ്ങി. എന്നിട്ട് നേരെ നമ്മൾ അവിടെ ഓപ്പോസിറ്റ് സൈഡുള്ള തട്ടുകടയിൽ നിന്ന് ഫുഡ് കഴിക്കാൻ വിചാരിച്ചിട്ട് തട്ടുകടയിൽ പോയി. പക്ഷെ നമ്മൾ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും കഴിച്ചില്ല. എന്താ പറയുക, കടികളാണ് കഴിച്ചത്. കല്ലുമ്മക്കായയും കോഴിക്കാലും പറയുന്ന സാധനമാണ് കഴിച്ചത്. പിന്നെ അവിടെ നിന്ന് കുറേ നേരം ഇങ്ങനെ നടക്കുന്നതിൻ്റെ അടുക്കുള്ള ക്ലിപ്സൊക്കെ ആണിത്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഐസ്ക്രീമൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് 2 ഐസ്ക്രീമും കഴിച്ചു. അങ്ങനെ അവിടെ നിന്ന് നേരെ വീട്ടിലേക്ക് പോയി. അതിൻ്റെ ഇടയ്ക്ക് ഇതൊക്കെ ദേഷ്യമൊക്കെ വന്നിട്ടോ. ദേഷ്യം വന്നിട്ട് ആൾ കുറേ നേരം ഇതാക്കി കളിച്ചു. അതിൻ്റെ ക്ലിപ്സൊക്കെ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ദേഷ്യമൊക്കെ വന്ന് അങ്ങനെ കുറേ നേരം ഇതാക്കി. അതിൻ്റെ അടുക്കുള്ള കോപ്രായാണ് അത്. പിന്നെ നമ്മൾ മീൻസ് സെക്യൂരിലേക്ക് ബൈ ബൈ.